നമ്മുടെ ഈ വർഷത്തെ SBIയുടെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ ദിവസം വന്നായിരുന്നു. അപ്പോൾ അതിനകത്ത് പറഞ്ഞേക്കുന്ന കുറച്ച് പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ എക്സാമിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഒക്ടോബർ 5 തൊട്ട് ഒക്ടോബർ 25 വരെ, മൊത്തം 20 ദിവസമുണ്ട്. പക്ഷേ ലാസ്റ്റത്തേക്ക് പോരുത്, ആദ്യം തന്നെ പോയി അപ്ലൈ ചെയ്യും. പിന്നെ നമുക്ക് പ്രീ എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് നവംബർ ആദ്യത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ വീക്ക് തന്നിട്ട് നവംബർ ലാസ്റ്റോ അല്ലെങ്കിൽ ഡിസംബറിന് തുടക്കമൊക്കെ ആയിട്ട് പ്രീ എക്സാം നടത്താനായിരിക്കും ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഡേറ്റ് കൃത്യമായിട്ട് തന്നിട്ടില്ല. നമുക്ക് ഹോൾ ടിക്കറ്റ് വരുമ്പോഴായിരിക്കും നമുക്ക് ഈ എക്സാമിൻ്റെ ഡേറ്റ് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കും. ഇനി പ്രീയുടെ എക്സാമിൻ്റെ റിസൾട്ട് ഡിസംബറിൽ പ്രഖ്യാപിക്കുന്ന എഴുതിയിരിക്കുന്നത്. പിന്നെ മെയിൻ എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് നമുക്ക് ഡിസംബർ 2nd അല്ലെങ്കിൽ 3rd വീക്ക് തന്നിട്ട് ഡിസംബറിൽ തന്നെ മെയിൻ എക്സാം നടത്താനുള്ള രീതിയിലാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഡേറ്റ് തന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനൊക്കെ നേരത്തെ വിട്ട് നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. ഇനി ഫേസ് 3യുടെ കോൾ ലെറ്റർ ഫെബ്രുവരി 1st or 2nd വീക്ക് ഇടുന്നതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അപ്പോഴത്തേനായിരിക്കും നമ്മുടെ മെയിൻസിൻ്റെ റിസൾട്ട് വരത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് 2nd അല്ലെങ്കിൽ 3rd വീക്ക് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഗ്രൂപ്പ് എക്സസൈസ് നടത്തും. അത് കഴിഞ്ഞ് ഫൈനൽ റിസൾട്ട് ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് ആകുമ്പോഴത്തേനും ഇടുന്നതാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡേറ്റ് ഒക്കെ ടെൻറ്റേറ്റീവ് ആണ്. അതായത് നമുക്ക് കൃത്യമായിട്ടൊരു ഡേറ്റ് തന്നിട്ടില്ല. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും വരാം. നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കും. ഇനി നമുക്ക് വേക്കൻസി തന്നിട്ടുണ്ട്. റെഗുലർ വേക്കൻസി ഉണ്ട്, ബാക്ക്ലോഗ് ഉണ്ട്. ബാക്ക്ലോഗ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഫില്ലാവാതെ കിടന്ന വേക്കൻസികളാണ്. അപ്പോൾ SCക്ക് മൊത്തം എല്ലാം കൂടെ ചേർത്ത് 324 വേക്കൻസി ഉണ്ട്. STക്ക് 162, OBCക്ക് 560, EWSന് 200, ജനറലിന് 810. അപ്പോൾ ടോട്ടൽ 2056 വേക്കൻസി ഉണ്ട്. ആസ് യൂഷ്വൽ എല്ലാ കൊല്ലവും ഏകദേശം ഈ ഒരു നമ്പറാണ് വരാറ്. 2000 അടുത്തുള്ള നമ്പർ വേക്കൻസിയാണ് വരാറ്. ഇനി ഓക്കെ, ഏജ് ലിമിറ്റ് തന്നിട്ടുണ്ട്. അതായത് ഈ വർഷം ഏപ്രിൽ 1 21 വയസ്സ് കഴിഞ്ഞിരിക്കണം. അതുപോലെ 30 വയസ്സിൽ കൂടാനും പാടില്ല. പിന്നെ ഓരോ കാറ്റഗറിക്കുള്ള ഏജ് റിലാക്സേഷൻ ഇവിടെ തന്നിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കുക. പിന്നെ ഇവിടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നുണ്ട്. ഗ്രാജുവേഷൻ ഇൻ ഡിസിപ്ലിൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻ ഇക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ റെക്കഗ്നൈസ്ഡ് സച്ച് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. അതായത് ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായാൽ മതി, ഇത്ര പെർസെൻറ്റേജ് വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇവിടെ ഒരു സംഭവം അണ്ടർലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ദോസ് ഹു ആർ ഇൻ ഫൈനൽ ഇയർ സെമസ്റ്റർ ഓഫ് ദിയർ ഗ്രാജുവേഷൻ മേ ഓൾസോ അപ്ലൈ പ്രൊവിഷണലി subject to the condition that if called for interview they will have to produce proof of having passed the graduation examination on or before 31st December 2021. അതായത് ഇപ്പോൾ ഫൈനൽ ഇയർ പഠിക്കുന്നവർക്കും അപ്ലൈ ചെയ്ത് എഴുതാം. പക്ഷേ നമ്മളിപ്പോൾ എല്ലാം ക്ലിയറായി നമ്മളിപ്പോൾ ഇൻ്റർവ്യൂവിന് പോയി കഴിയുമ്പോൾ നമ്മൾ ഈ വർഷം അതായത് ഡിസംബർ 31 മുമ്പ് ഡിഗ്രി പാസ്സായി എന്നുള്ളതിനൊരു പ്രൂഫ് ഉണ്ടാവണം. അപ്പോൾ നമ്മൾ ഡിഗ്രി പാസ്സായി കഴിഞ്ഞാൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ, അതുകൊണ്ടായാൽ മതി. ഇനി അടുത്തതായിട്ട് നമ്മൾ എക്സാമിന് അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ, നമ്മൾ കാറ്റഗറി കൊടുക്കത്തില്ലേ, അതിന് ഓരോ കോഡ് വെച്ച് നമ്മൾ കൊടുക്കുന്നത്. ആ കോഡ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കി, SCക്ക് ഒരു കോഡ്, SCക്കകത്ത് തന്നെ ഈ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവർക്ക് ഓരോ കോഡാണ്. അത് നമ്മൾ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക. ഇനി അടുത്തത് നമ്മുടെ സെലക്ഷൻ പ്രൊസീജിയറാണ്. അപ്പോൾ നമുക്കറിയാം, ആദ്യം നമുക്കൊരു പ്രീ എക്സാം ഉണ്ട്. പ്രീ എക്സാമിന് ഇംഗ്ലീഷ് ഉണ്ട്, മാത്സ് ഉണ്ട്, റീസണിംഗ് ഉണ്ട്. ഇംഗ്ലീഷ് 30 ക്വസ്റ്റ്യൻ 1 മാർക്ക് വെച്ച്, ക്വാണ്ടിറ്റേറ്റീവ് 35 ക്വസ്റ്റിന് 1 മാർക്ക്, റീസണിംഗ് 35 ക്വസ്റ്റിന് 1 മാർക്ക്. അപ്പോൾ മൊത്തം 100 മാർക്കിൻ്റെ എക്സാം. എല്ലാം സെപ്പറേറ്റ് ടൈമിംഗ് ആണ്, 20 മിനിറ്റുള്ള സെപ്പറേറ്റ് ടൈമിംഗ് ആണ്. ഇനി നമ്മുടെ പ്രീ എക്സാമിന് സെക്ഷണൽ കട്ട് ഓഫ് ഉണ്ടാവത്തില്ല, ടോട്ടൽ കട്ട് ഓഫ് ഉണ്ടാവത്തുള്ളൂ. പിന്നെ പ്രീ എക്സാം കഴിഞ്ഞിട്ട് നമ്മുടെ വേക്കൻസിയുടെ 10 മടങ്ങ് എത്രയാണോ അത്ര ആൾക്കാരെ മെയിൻ എക്സാമിലേക്ക് ഇടും. അപ്പോൾ നമ്മുടെ വേക്കൻസി ഇപ്പോൾ 2000 അല്ലേ, അപ്പോൾ 20,000 പേരെ മെയിൻ എക്സാമിലേക്ക് ഇടും. ഇനി നമ്മുടെ മെയിൻ എക്സാമിന് നമുക്ക് 200 മാർക്കിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് പേപ്പറും പിന്നെ 50 മാർക്കിൻ്റെ ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പറും ഉണ്ടാവും. ഓക്കെ, ഇനി ഒബ്ജക്റ്റീവ് ടെസ്റ്റിൻ്റെ കാര്യം തന്നിട്ടുണ്ട്. നമുക്ക് റീസണിംഗ് ഉണ്ട്, പിന്നെ ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്, അതായത് DA, പിന്നെ ജനറൽ എക്കണോമി ബാങ്കിങ് അവയർനെസ് ഉണ്ട്, പിന്നെ ഇംഗ്ലീഷ് ഉണ്ട്. അപ്പോൾ റീസണിങ് 45 ക്വസ്റ്റ്യൻ 60 മാർക്ക്, അത് 60 മിനിറ്റ് ആയിരിക്കും. പിന്നെ DI 35 ക്വസ്റ്റ്യൻ 60 മാർക്ക് 45 മിനിറ്റ്. പിന്നെ ജനറൽ അവയർനെസ്, എക്കണോമിക് അവയർനെസ്, ബാങ്കിങ് അവയർനെസ്, ഇത് 40 ക്വസ്റ്റ്യൻ 40 മാർക്ക് 35 മിനിറ്റ് ആയിരിക്കും. പിന്നെ ഇംഗ്ലീഷ് 35 ക്വസ്റ്റ്യൻ 40 മാർക്ക് 40 മിനിറ്റ് ആയിരിക്കും. ഇനി മെയിൻ എക്സാം കഴിഞ്ഞിട്ട് നമ്മുടെ 3rd സ്റ്റേജിലേക്ക് എത്ര പേര് എടുക്കുന്ന അറിയാമോ? വേക്കൻസി എത്രയാണോ അതിൻ്റെ 3 ടൈംസ്. അപ്പോൾ മൊത്തം 6000 പേരെ നമ്മൾ 3rd സ്റ്റേജിലേക്ക് എടുക്കും. അപ്പോൾ 3rd സ്റ്റേജിൽ ചിലപ്പോൾ ഇൻ്റർവ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ കൂടെ GD കാണും. ഇതുണ്ടോ, ചിലപ്പോൾ ഇൻ്റർവ്യൂ മാത്രമായിരിക്കും കോഡ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ കൂടെ നമ്മുടെ ഗ്രൂപ്പ് ആക്ടിവിറ്റി എന്താണോ അതും ഉണ്ടാവും. ഇനി നമ്മുടെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. നമ്മുടെ ക്വസ്റ്റിൻ്റെ ഇപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ തെറ്റിച്ച് കഴിഞ്ഞാൽ ആ ക്വസ്റ്റിന് എത്ര മാർക്കാണോ അതിൻ്റെ 1/4 നമ്മുടെ ഇന്ന് നെഗറ്റീവ് പോകും. ഓക്കെ, ഇനി അടുത്തത് ഫൈനൽ സെലക്ഷൻ. ഫൈനൽ സെലക്ഷന് നമ്മുടെ പ്രീയുടെ മാർക്ക് എടുക്കത്തില്ല, നമ്മുടെ മെയിൻ്റെയും പിന്നെ ഇൻ്റർവ്യൂവിൻ്റെയും, അതായത് 2nd സ്റ്റേജിൻ്റെയും 3rd സ്റ്റേജിൻ്റെയും മാർക്കിൻ്റെ സമ്മായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഇനി വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ഇൻ്റർവ്യൂവിന് സെപ്പറേറ്റ് മാർക്കുണ്ട്. അത് ഇൻ്റർവ്യൂ നമ്മൾ സെപ്പറേറ്റ്ലി പാസ്സായിരിക്കണം, അതിനൊരു മിനിമം മാർക്കുണ്ട്. അത് പാസ്സായാലേ നമ്മൾ ഈ ഫൈനൽ സെലക്ഷൻ നമ്മൾ എടുക്കത്തുള്ളൂ.
അപ്പോൾ നമ്മുടെ മെയിൻസിൻ്റെ മാർക്ക്, അതായത് നമ്മുടെ ഒബ്ജക്റ്റീവിൻ്റെയും ഡിസ്ക്രിപ്റ്റീവിൻ്റെയും മാർക്ക് പ്ലസ് ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് ഇത് ടോട്ടൽ എടുത്തിട്ടാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഇടുന്നത്. ഇനി എക്സാമിന് പോകുമ്പോൾ ഉള്ള ഒരു ഇൻസ്ട്രക്ഷൻ അവിടെ തന്നിട്ടുണ്ട്. അതായത് നമ്മൾ പ്രീ എക്സാമിന് പോകുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ പ്രീ എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് നമ്മുടെ ഇന്ന് മേടിച്ച് വെക്കത്തില്ല. നമ്മൾ കഴിഞ്ഞ SBIയുടെയും അതിൽ RRBയുടെ എക്സാമൊക്കെ നമ്മൾ ഇപ്പോൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ പ്രീയുടെ ഹോൾ ടിക്കറ്റ് അവർ മേടിച്ച് വെക്കത്തില്ല, അത് സൈനൊക്കെ ചെയ്ത് നമുക്ക് തന്നുവിടും, നമ്മൾ സൂക്ഷിച്ച് വെക്കണം. മെയിൻ എക്സാമിന് പോകുമ്പോൾ ഇത് നമ്മൾ കൊണ്ടുപോകണം. പിന്നെ പ്രീക്ക് പോകുമ്പോൾ നമ്മൾ സാധാരണ ഹോൾ ടിക്കറ്റിൽ ഒരു ഫോട്ടോ ഒട്ടിച്ചുകൊണ്ടല്ലേ പോകാറ്. ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ ഹോൾ ടിക്കറ്റിൽ ഒരു ഫോട്ടോ ഒട്ടിക്കണം, പിന്നെ 2 ഫോട്ടോ നമ്മൾ എക്സ്ട്രാ നമ്മൾ കൊണ്ടുപോകുകയും ചെയ്യണം. അതുപോലെ നമുക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് എല്ലാം നമ്മുടെ സൈറ്റിലൊരു അക്വൈൻറ്റ് യുവർസെൽഫ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ബുക്ക്, ഒരു PDF കിട്ടും. അത് നമ്മുടെ ഹോൾ ടിക്കറ്റിനകത്ത് നമുക്കിവിടെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഉണ്ടാവും. അതെല്ലാം വായിച്ച് നോക്കിയിട്ടാണ് നമ്മൾ പോകാനായിട്ട്. ഇനി അടുത്തായിട്ട് ഇവിടെ നമ്മുടെ സാലറിയുടെ കാര്യം പറയുന്നുണ്ട്. നമ്മുടെ ബേസിക് പേ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് 41. പക്ഷേ നമുക്ക് കയ്യിലൊരു 62 സംതിങ് നമ്മുടെ കയ്യിലേക്ക് കിട്ടും. പിന്നെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു 2 ലാഖിൻ്റെ ബോർഡുണ്ട്. അതായത് നമ്മൾ മിനിമം 3 ഇയർ അവിടെ വർക്ക് ചെയ്യണം. അതിന് മുമ്പ് നമ്മൾ റിസൈൻ ചെയ്ത് പോവുകയാണെങ്കിൽ 2 ലാഖ് നമ്മൾ അവിടെ പൈസ അടയ്ക്കണം. ഓക്കെ. പിന്നെ ഇവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ ഫീയുടെ കാര്യം പറയുന്നുണ്ട്. നമുക്ക് 750 രൂപയാണ് ഫീസ് വരുന്നത്. ജനറൽ, EWS, OBCക്കാർക്ക്. പിന്നെ SC ST, പിന്നെ ഡിഫറൻ്റ് ലേബിൾഡ് ആയിട്ടുള്ളവർക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ഇനി ഇവിടെ നമ്പർ ഓഫ് ചാൻസസിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതായത് നമുക്ക് എത്ര തവണ SBI എക്സാം പോയി എഴുതാമെന്നുള്ളത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എഴുതുന്ന പ്രീ എക്സാം അവിടെ കൗണ്ട് ചെയ്യത്തില്ല, മെയിൻ എക്സാം മാത്രമേ കൗണ്ട് ചെയ്യത്തുള്ളൂ. അത് ഞാനിപ്പോൾ പ്രീ എക്സാം എഴുതി, പക്ഷേ ഞാൻ ഫെയിലായി, അത് അവിടെ കൗണ്ട് ചെയ്യത്തില്ല. പക്ഷേ ഞാൻ പ്രീ എക്സാം പാസ്സായിട്ട് മെയിൻ എക്സാം എഴുതി, ഞാൻ ഫെയിലായാലും പാസ്സായാലും അതവിടെ കൗണ്ട് ചെയ്യും. ഓക്കെ. ജനറലിനും EWSനും 4 തവണ എഴുതാം. പക്ഷേ ജനറലിനും EWSലും ഈ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവർക്ക് 7 തവണ എഴുതാം. പിന്നെ OBCക്കാർക്ക്, OBCയിൽ ഡിസബിലിറ്റി ഉള്ളവർക്കും 7 തവണ എഴുതാം. ഇനി നമ്മൾ എക്സാമിന് പോകുമ്പോൾ നമുക്ക് ഇപ്പോൾ പ്രീക്കാണ് പോകുന്നതെങ്കിൽ പ്രീയുടെ ഹോൾ ടിക്കറ്റ്, പിന്നെ നമ്മുടെ ID കാർഡിൻ്റെ കോപ്പി, ID കാർഡിൻ്റെ ഒറിജിനൽ, ഒരു ഫോട്ടോ അതിൻ്റെ തൊട്ടിക്കണം, ഒരു ഫോട്ടോ നമ്മൾ കൈ കൊണ്ടുപോകണം വേണം. പിന്നെ കൂടായതുകൊണ്ട് നമുക്ക് വേണ്ട സാനിറ്റൈസർ, മാസ്ക് പോലത്തെ സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കാം. പിന്നെ വേണമെങ്കിൽ പെൻസിൽ പോലത്തെ സാധനമൊക്കെ നമുക്ക് ഇതിനെടുക്കാം. ഇനി മെയിൻ എക്സാമിന് പോകുമ്പോൾ നമ്മൾ ഈ പ്രീ എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് ഇവർ മേടിച്ച് വെക്കത്തില്ല, അത് നമ്മൾ കൊണ്ടുപോകണം. പിന്നെ മെയിൻ എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് കൊണ്ടുപോകണം, ID കാർഡിൻ്റെ ഒറിജിനലും ഫോട്ടോഗ്രാഫായിട്ട് കോപ്പിയും കൊണ്ടുപോകണം. പിന്നെ ഫോട്ടോ ഒക്കെ വേണമെന്ന് ഈ മെയിൻ എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് ഇടുമ്പോൾ അതിനകത്ത് ഉണ്ടാവും. ഓക്കെ. ഇനി നമുക്ക് ID പ്രൂഫായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങൾ ഇവിടെ ഏതൊക്കെയെന്ന് എഴുതിയിട്ടുണ്ട്. പാസ്പോർട്ട് കൊണ്ടുപോകാം, ഒറിജിനൽ കൊണ്ടുപോകണേ. പിന്നെ ആധാർ കാർഡ് കൊണ്ടുപോകാം, പാൻ കാർഡ് കൊണ്ടുപോകാം, ഡ്രൈവിംഗ് ലൈസൻസ് കൊണ്ടുപോകാം, വോട്ടേഴ്സ് ID കാർഡ് കൊണ്ടുപോകാം. പിന്നെ പാസ്ബുക്ക് വിത്ത് ഡ്യൂലി അറ്റസ്റ്റഡ് ഫോട്ടോഗ്രാഫ്, അത് നമ്മുടെ ബാങ്ക് പാസ്ബുക്ക് ഉണ്ടല്ലോ, അതിനകത്ത് ഫ്രണ്ട് പേജിൽ ഫോട്ടോ അടിച്ചിട്ട് അവിടെ അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അത് കൊണ്ടുപോകാം. പിന്നെ ID കാർഡ് ഇഷ്യൂഡ് ബൈ സ്കൂൾ ഓർ കോളേജ്, ഗസറ്റഡ് ഓഫീസറിൻ ഒഫീഷ്യൽ ലെറ്റർ ഹെഡിൻ ഒറിജിനൽ ആസ് വെൽ ആസ് സെൽഫ് അറ്റസ്റ്റ് ഫോട്ടോഗ്രാഫി ദെയർ ഓഫ്. അതായത് ഒരു ഗസറ്റഡ് ഓഫീസർ തരുന്നതോ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൻ്റെ കോളേജിലോ ഒഫീഷ്യൽ ലെറ്റർ പാഡിൽ എഴുതി മേടിക്കുന്ന ID പ്രൂഫ്, അതും പിന്നെ അതിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് നമ്മൾ എക്സാമിന് മുമ്പ് കൊണ്ടുപോകാം. ഇനി നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് നമ്മൾ പ്രീക്ക് പോകുമ്പോൾ ഹോൾ ടിക്കറ്റ് അവർ മേടിച്ച് വെക്കത്തില്ല, നമുക്ക് തന്നുവിടും. അത് നമ്മൾ അതുപോലെ തന്നെ വീട്ടിൽ കൊണ്ട് വെക്കണം, അത് സെപ്പറേറ്റ് ഒന്നും ചെയ്യരുത്. അതായത് അതിനകത്ത് നമ്മൾ നമ്മുടെ ID കാർഡിൻ്റെ കോപ്പിയൊക്കെ ഒട്ടിച്ചിട്ടുണ്ടാവുമല്ലോ, സ്റ്റാപ്പിൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ, അത് നമ്മൾ അഴിച്ച് മാറ്റവും ചെയ്യരുത്, അത് അതുപോലെ തന്നെ വീട്ടിൽ കൊണ്ടുപോവുക. മെയിൻ എക്സാമിന് മുമ്പ് അതും മെയിൻ എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റും പറഞ്ഞ സാധനങ്ങളൊക്കെ ആയിട്ട് പോവുക. ഓക്കെ. ഇനി നമ്മൾ അപ്ലൈ ചെയ്യാൻ നേരത്ത് നമ്മളൊരു ഹാൻഡ് റിട്ടേൺ ഡിക്ലറേഷൻ എഴുതി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് സ്കാൻ ചെയ്ത് കയറ്റുമ്പോൾ ഇതുപോലെ തന്നെ എഴുതി ഇവിടെ നിങ്ങളുടെ പേരും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതിയിട്ട് നിങ്ങൾ സ്കാൻ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ തമ്പ് ഇംപ്രഷൻ കൊടുക്കണം. അപ്പോൾ തമ്പ് ഇംപ്രഷൻ കൊടുക്കാൻ നേരത്ത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് തമ്പിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ റൈറ്റ് ഹാൻഡ് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫോട്ടോ സ്കാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഏതാ ഡയമെൻഷൻ, എത്ര സൈസ് വേണം, ഇതൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ സിഗ്നേച്ചറിൻ്റെ കാര്യം എഴുതിയിട്ടുണ്ട്. പിന്നെ സിഗ്നേച്ചർ ഇടുമ്പോൾ നമ്മൾ ഈ ബ്ലാക്ക് ഇങ്ക് യൂസ് ചെയ്യണം. അതുപോലെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ഇടുമ്പോൾ നമ്മൾ ബ്ലാക്ക് ഇങ്ക് യൂസ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഹോൾ ടിക്കറ്റിൽ പ്രധാനമായിട്ട് എടുത്തു പറയാനുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും വേഗം തന്നെ പോയി അപ്ലൈ ചെയ്യുക, പിന്നെ കൂട്ടുകാരത്തൊക്കെ പറയാം നോട്ടിഫിക്കേഷൻ വന്ന കാര്യം. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.